നിലമ്പൂരിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ടാണ് കൺവെൻഷൻ. അതേസമയം തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. അരുൺ ആലത്തൂർ ചേർന്നു വിവരങ്ങളുമായി. അരുൺ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വളരെ സജീവമായി പ്രചാരണം മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ്. അതിൽ തന്നെ പത്രിക പിൻവലിക്കാനുള്ള ദിവസം ഇന്ന് അവസാനിക്കുന്നു എന്ന വലിയൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ അറിയാം, നമുക്ക് ചിത്രം വ്യക്തമാകാൻ ഇരിക്കുന്നു. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി ഇന്ന് മണ്ഡലത്തിലെത്തുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ഊർജ്ജം നൽകുന്ന വാർത്ത. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയുന്നത്. എപ്പോഴാണ് അദ്ദേഹം വരുന്നത് എന്നും ഇന്നത്തെ NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അപ്പോൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ഡലത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ വിഷയങ്ങൾ, പ്രചാരണ രീതികൾ എങ്ങനെയാണ് എന്നും ഇന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ദേശീയ നേതാക്കളും പാർട്ടി അധ്യക്ഷനും അടക്കം മണ്ഡലത്തിലെത്തി സജീവമായി തന്നെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി നിലമ്പൂരിൽ വരുമ്പോൾ വലിയ ആവേശമാകുന്നത് അണികളിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നു. നിലമ്പൂരിൽ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് ഇന്ന് അറിയാം. പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടിയാണ് ഇന്ന് അവസാനിക്കുന്നത്. അപ്പോൾ എത്ര പേർ ഇതിൽ നിന്ന് പിന്മാറുമെന്നൊക്കെ അറിയാം. അപരന്മാരായുമൊക്കെയും പത്രിക ധാരാളമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചിത്രം വ്യക്തമായി വരികയാണ്. അതേസമയം 4 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. NDA ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദേശീയ നേതാക്കളടക്കം എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. പാർട്ടി അധ്യക്ഷനും എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അരുൺ, നിലമ്പൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമ്പോൾ അത് ആവേശം വലിയ തോതിൽ മാറും NDA ക്യാമ്പിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിവരങ്ങൾ എന്താണ്? NDAയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ നിലമ്പൂരിന്റെ മണ്ണിൽ കൂടുതൽ ശക്തമായ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും NDAയുടെ ആ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ NDA ക്യാമ്പുകളിലൊക്കെ വലിയ ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടെ നിലമ്പൂരിലെ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് NDA ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസവും ആവേശവും ഒക്കെ പകരുന്നതായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറും എന്നുള്ളതിൽ സംശയമില്ല. വൈകിട്ടാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുറമെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളും എല്ലാവരും തന്നെ ഈ നിലമ്പൂരിൽ ഓരോ ദിവസങ്ങളിലായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ പോരാട്ടത്തിന്റെ ഒരു തുടക്കത്തിൽ ആദ്യം തന്നെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എത്തുന്നതോടുകൂടെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഓരോ നേതാക്കളും എത്തിക്കൊണ്ട് വലിയ പരിപാടികൾ, കൺവെൻഷനുകളും മറ്റ് പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്, NDA ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും NDA ക്യാമ്പുകളിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് നിലമ്പൂരിൽ വലിയ ഒരു ആകാംക്ഷ ഉള്ള കാര്യമായിരുന്നു. ആ ആകാംക്ഷയ്ക്ക് ഒടുവിലാണ് മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ സ്ഥാനാർത്ഥി നിലമ്പൂർകാരൻ തന്നെയാണ് എന്നുള്ളത് NDAക്ക് ഒരു വലിയ ഗുണമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കാണുന്നത്. മാത്രമല്ല ഈ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനം ഈ സ്ഥാനാർത്ഥിക്ക് ഉണ്ട് എന്നുള്ളതാണ്. മാർത്തോമ സമുദായത്തിൻ്റെയും മറ്റൊക്കെ ഭാഗത്തു നിന്ന് വലിയ ഒരു പിന്തുണ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിലെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വോട്ടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇടത് വലത് മുന്നണികളൊക്കെ വോട്ടിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ NDAയുടെ ഈ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത്തരം ആളുകളെ വലിയ രീതിയിൽ പരിഗണിച്ചുകൊണ്ടാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ക്രിസ്ത്യൻ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ മലയോര ഭാഗങ്ങളിലാണ് അവർ കൂടുതലായിട്ടും അധിവസിക്കുന്നത്. ആ മേഖലകളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, വന്യജീവി പ്രശ്നങ്ങൾ. നിരന്തരം പുലിയും കാട്ടാനയും ഒക്കെ ഉൾപ്പെടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആളുകളുടെ ജീവൻ തന്നെ എടുക്കുന്നു, അവരുടെ സ്വത്ത് അപഹരിക്കുന്നു, അവരുടെ കൃഷികൾ നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു.
അത് നിലമ്പൂരിൽ MLA ആയിരുന്നു 9 വർഷക്കാലം MLA ആയിരുന്ന PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി യാതൊരു തരത്തിലും കഴിയാത്ത ഒരു സ്ഥിതി. മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സംസ്ഥാനത്തൊട്ടേക്ക് ഇത്തരം വിഷയങ്ങളിൽ യാതൊരു തരത്തിലും ഒരു നടപടികളും ഉണ്ടാവാതെ അതിപ്പോഴും ആ ദുരിതം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഓരോ ഇടങ്ങളിലും പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം, ആ ജനവിഭാഗത്തെ കൂടി അവരുടെ ഉന്നമനത്തിനു കൂടി താൻ പ്രവർത്തിക്കുമെന്ന് അറിയിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത്. അത്തരം വിഷയങ്ങളൊക്കെ മണ്ഡലത്തിൽ കൂടുതൽ ചർച്ചാ വിഷയമാക്കും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി ഇന്ന് എത്തുമ്പോൾ സുരേഷ് ഗോപി ഏതൊക്കെ വിഷയങ്ങളായിരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ ഉന്നയിക്കുക എന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ ഈ പ്രചാരണം പരിശോധിക്കുമ്പോൾ ജനകീയ വിഷയങ്ങളിലേക്കൊന്നും അവർ ഇതുവരെ കടന്നിട്ടില്ല. കേവലം ആരോപണ പ്രത്യാരോപണങ്ങൾ, അതും ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മലപ്പുറം സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശവും അതുപോലെ തന്നെ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മലപ്പുറം രൂപീകരണത്തിന് തങ്ങളായിരുന്നു കാരണക്കാരായതെന്ന് ഇടതുപക്ഷം പറഞ്ഞ് തിരിച്ചടിക്കുന്ന, അങ്ങനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങളിലാണ് ഇടത് വലത് ക്യാമ്പുകളിൽ ചർച്ച പുരോഗമിക്കുന്നത്. മറ്റൊരിടത്ത് അൻവർ ആണെങ്കിൽ അൻവറും എപ്പോഴും ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും BJPയും ഒക്കെ ഓരോ വാക്കുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുക, അതല്ലെങ്കിൽ മോശമായ രീതിയിൽ പല പദപ്രയോഗങ്ങളും നടത്തുക. അതിന് അപ്പുറം അൻവറിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. ആദ്യം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു, പിന്നീട് ആ പത്രിക തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുക എന്ന് അറിയിക്കുന്നു. അതേസമയം ഇന്നിനിപ്പോൾ അൻവർ പത്രിക പിൻവലിക്കുമോ എന്നുള്ളത് കൂടെ ഒരു എല്ലാവരും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ലിസ്റ്റ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് തന്നെ ജനകീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇന്നിപ്പോൾ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂടി നടക്കാൻ പോകുന്നത്. അതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമ്പോൾ അത് NDA ക്യാമ്പുകൾക്ക് കൂടുതൽ ആവേശവും ഊർജ്ജവും ഒക്കെ പകരുമെന്നതിനപ്പുറം എന്തായിരിക്കും ഇന്ന് നിലമ്പൂരിലെ മണ്ണിൽ സുരേഷ് ഗോപി സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥികളുടെ പത്രിക അത് പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം ഇന്നാണ്. ഇന്ന് 3 മണി വരെയാണ് സമയം ഉള്ളത്. 14 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഉള്ളത്. ഈ 14 പേരിൽ ചില ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട്. അതിൽ ആരുടെയൊക്കെ പേരുകൾ ഇനി ഉണ്ടാവും, അന്തിമമായിട്ട് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഏതായാലും ഇന്ന് 3 മണി കഴിയുന്നതോടുകൂടെ തന്നെ അതിലൊരു വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്ന ഒരു ഘടകം എന്നുള്ളത് ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അൻവർ ഈ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. അതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, ശരി അരുൺ.